ഇന്ന് ഓഗസ്റ്റ് 5-ാം തീയതി. സോ ഇന്നത്തെ കുറച്ച് മേജർ സയന്റിഫിക് ആൻഡ് ഹിസ്റ്റോറിക്കൽ ഇവന്റ്സ് നമുക്കൊന്ന് നോക്കാം. So the first one, Mars 6. 1973 ഓഗസ്റ്റ് 5-ാം തീയതിയാണ് USSR ഒരു പ്രോട്ടോൺ SL-12D1E ബൂസ്റ്ററിൽ മാർസ് 6 വിക്ഷേപിച്ചത്. 1973 ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ വിക്ഷേപിച്ച 4, 5, 6, 7 എന്നീ നിരവധി സോവിയറ്റ് ചൊവ്വ പേടകങ്ങളിൽ ഒന്നായിരുന്നു ഇത്. മാർസ് 6 ക്രാഫ്റ്റിൽ ഒരു ഫ്ലൈ ബൈ ബസും ഒരു ഡീസന്റ് മൊഡ്യൂളും ഉൾപ്പെടുന്നു. ചൊവ്വയിൽ എത്തിയപ്പോൾ ചൊവ്വയുടെ അറ്റ്മോസ്ഫിയറും സർഫസും പഠിക്കാനുള്ള മിഷനായി മൊഡ്യൂൾ വേർപെട്ടു. പ്രഷർ, ടെമ്പറേച്ചർ ആൻഡ് വാട്ടർ വേപ്പർ എന്നിവയുടെ വിവരങ്ങൾ റിപ്പോർട്ട് ചെയ്തു. സെക്കൻഡ് വൺ, ലിമിറ്റഡ് ടെസ്റ്റ് ബാൻ ട്രീറ്റി. അന്തരീക്ഷത്തിലും ബഹിരാകാശത്തും വെള്ളത്തിനടിയിലും ന്യൂക്ലിയർ വെപ്പൺ പരീക്ഷണങ്ങൾ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ആണവ സ്ഫോടനം നിരോധിക്കുന്നതിനായി 1963 ബ്രിട്ടനും അമേരിക്കയും റഷ്യയും മോസ്കോയിൽ ഒരു ലിമിറ്റഡ് ന്യൂക്ലിയർ ടെസ്റ്റ് ബാൻ ട്രീറ്റി ഒപ്പുവെച്ചു. അണ്ടർഗ്രൗണ്ട് ന്യൂക്ലിയർ എക്സ്പ്ലോഷൻസ്, അവരുടെ സ്വന്തം രാജ്യത്തിന് പുറത്ത് റേഡിയോ ആക്റ്റീവ് അവശിഷ്ടങ്ങൾ ഉണ്ടാകരുത്. അങ്ങനെ ആണവ ശക്തികൾ റേഡിയോ ആക്റ്റീവ് പദാർത്ഥങ്ങളാൽ മനുഷ്യന്റെ പരിസ്ഥിതിയെ മലിനമാക്കുന്നത് അവസാനിപ്പിക്കുക എന്നൊരു പൊതുലക്ഷ്യം പ്രകടമാക്കി ആണ് ഈ ഒരു ഉടമ്പടിയിൽ ഒപ്പുവെച്ചത്. 8 വർഷത്തിലേറെയായി നീണ്ട ചർച്ചകളുടെ ഫലമായിരുന്നു ഇത്. 1963 ഒക്ടോബർ 10-ന് ലിമിറ്റഡ് ന്യൂക്ലിയർ ടെസ്റ്റ് ബാൻ ട്രീറ്റി ഉടമ്പടി പ്രാബല്യത്തിൽ വരുന്നതിന് മുമ്പ് മൊത്തം 108 രാജ്യങ്ങൾ ഒപ്പുവെച്ചിരുന്നു. തേർഡ് വൺ, കോമറ്റ്. 1864 ഓഗസ്റ്റ് 5-നാണ് ഇറ്റാലിയൻ ആസ്ട്രോണമറായ ജിയോവാനി ബാറ്റിസ്റ്റ ഡൊണാറ്റി ആദ്യമായി ഒരു കോമറ്റിന്റെ വാലിന്റെ ആദ്യത്തെ സ്പെക്ട്രോസ്കോപ്പിക് നിരീക്ഷണം നടത്തിയത്. സൂര്യനിൽ നിന്നും അകലെയുള്ള ഒരു കോമറ്റിന്റെ സ്പെക്ട്രം സൂര്യന്റെ സ്പെക്ട്രത്തിന് സമാനമാണ്. മാത്രമല്ല അതിന്റെ വിസിബിലിറ്റി പ്രതിഫലിക്കുന്നത് സൂര്യപ്രകാശം മൂലമാണെന്നും അദ്ദേഹം തെളിയിച്ചു. സൂര്യനോട് ചേർന്ന് രൂപപ്പെട്ട കോമറ്റ് അതിന്റെ വാലിൽ തിളങ്ങുന്ന വാതകം അല്ലെങ്കിൽ ലൂമിനോസ് ഗ്യാസ് ഉണ്ടെന്ന് ഡൊണാറ്റി കാണിച്ചു. കോമറ്റ്സിന്റെ വാലിൽ നിന്നുള്ള പ്രകാശത്തിന്റെ തുടർച്ചയായ സ്പെക്ട്രത്തിൽ സൂപ്പർ ഇമ്പോസ് ചെയ്തിരിക്കുന്ന 3 അബ്സോർപ്ഷൻ ലൈനുകൾ ഡൊണാറ്റി കണ്ടു. അതിന് അദ്ദേഹം ആൽഫ, ബീറ്റ, ഗാമ എന്ന് പേരിട്ടു. ഇപ്പോൾ സ്വാൻ ബാൻഡ്സ് എന്ന് അറിയപ്പെടുന്നു. 1866 ഇറ്റാലിയൻ പ്രീസ്റ്റും ആസ്ട്രോഫിസിസ്റ്റുമായ പിയാട്രോ ആംഗ്ലോ സെച്ചി വീക്ഷിച്ച ഒരു കോമറ്റ് വാലിലും ഈ ഒരു ബാൻഡുകൾ കാണപ്പെട്ടു. ബ്രിട്ടീഷ് ആസ്ട്രോണമറായ സർ വില്യം ഹഗ്ഗിങ്സ് 1868 ഇത് കാർബണിന്റെ സാന്നിധ്യം മൂലമാണെന്ന് തിരിച്ചറിഞ്ഞു. ദ ഫോർത്ത് വൺ, മറൈനസ് 7. 1969 ഓഗസ്റ്റ് 5-ാം തീയതിയാണ് മറൈനസ് 7 ചൊവ്വയെ മറികടന്നത്. 1969 മാർച്ച് 27-ന് വിക്ഷേപിച്ച ഇത് ഇപ്പോൾ ചൊവ്വയുടെ ഉപരിതലത്തിൽ നിന്ന് 3430 കിലോമീറ്റർ ഉയരത്തിലാണ്. ഗ്രഹത്തിന്റെ ഉപരിതലത്തിന്റെ 20% ഭാഗത്തായി 22 നിയർ എൻകൗണ്ടർ ഇമേജസ് പേടകം പകർത്തി. ചൊവ്വയുടെയും ചന്ദ്രന്റെയും സർഫസുകൾ വളരെ വ്യത്യസ്തമാണെന്നും മുമ്പത്തെ മാരിനർ 4 ചിത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമാണെന്നും അവർ കാണിച്ചു. മറ്റു ഉപകരണങ്ങൾ വഴി അറ്റ്മോസ്ഫിയറിക് മെഷർമെന്റ്സ് എടുക്കുകയും സൗത്ത് പോളിലെ മഞ്ഞ് മൂടിയ ഘടന കൂടുതലും ഫ്രോസൺ കാർബൺ ഡയോക്സൈഡ് ആണെന്നും വെളിപ്പെടുത്തുകയും ചെയ്തു. റേഡിയോ ടെലിമെട്രി വഴി ഗ്രഹത്തിന്റെ വലിപ്പം, ഷേപ്പ്, മാസ് എന്നിവയുടെ കണക്കുകൾ നൽകി. സോ ഇതൊക്കെയാണ് ഈ ഓഗസ്റ്റ് 5-ാം തീയതിയിലെ കുറച്ച് സയന്റിഫിക് ആൻഡ് ഹിസ്റ്റോറിക്കൽ ഇവന്റ്സ്. സോ ഇതുപോലെ ഇവന്റ്സ് ഇനിയും ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക. താങ്ക് യു.